നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഓണക്കാലത്ത് വാഴയ്ക്ക കൊണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കാറുണ്ടല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ശർക്കര വരട്ടിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കപ്പക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം രീതിയിലുള്ളൊരു കപ്പയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് ഞാൻ ശർക്കര വരട്ടി ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ ചേരുവ കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാകും. ആദ്യം ഈ കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. കയ്പില്ലാത്ത കപ്പ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കപ്പ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം. അതിനുശേഷം ഇതിന് നടുവിലൂടെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ വേരൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് ഉപ്പേരിക്ക് വേണ്ടി മുറിച്ചെടുക്കുന്നത്. ഇതേപോലെ കുറച്ച് കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരികയുള്ളൂ. നമ്മൾ സാധാരണ വാഴയ്ക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ കുറച്ച് കനത്തിലല്ലേ മുറിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ കപ്പയും ഒരിത്തിരി കനത്തിൽ മുറിച്ചെടുക്കണം. വേണമെങ്കിൽ ഒരല്പം കൂടി കനം കുറയ്ക്കാം. എന്നാലും തീരെ അങ്ങ് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് കപ്പ ചിപ്സ് ഉണ്ടാക്കാനായിരിക്കും നല്ലത്. അപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ കുറച്ച് കനത്തിലൊന്ന് മുറിച്ചെടുക്കുന്നത് നല്ലത്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടായോ എന്ന് നോക്കാം. ഇതേപോലെ ഒരു ചെറിയ കഷ്ണം കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അത് തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായി എന്നാണ് അർത്ഥം. തീ ഒരു മീഡിയം രീതിയിൽ ഇട്ട് കൊടുക്കണം. തീ ഒരുപാട് കുറച്ചിട്ടിട്ട് ഈ എണ്ണയിലേക്ക് കപ്പ ചേർക്കരുത്. അപ്പോൾ വല്ലാതെ അങ്ങ് എണ്ണ പിടിക്കുക കപ്പയിലേക്ക്. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം രീതിയിൽ തീ ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരിഞ്ഞെടുത്തതിൽ പാതി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങ് നിറയെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. കുറച്ചായിട്ട് ചേർത്തിട്ട് വറുത്തെടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കപ്പയുടെ ഈ സൈഡിലൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ചിടാം. ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വന്നാൽ മതി. ശർക്കര വരട്ടിക്ക് വാഴയ്ക്ക തയ്യാറാക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന വരെ ഇത് മൂപ്പിച്ചെടുക്കണം. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം വേവത്തില്ല, പുറമേ മാത്രമേ ക്രിസ്പി ആയിട്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം ബ്രൗൺ നിറം ആയിട്ടുണ്ട്. എങ്കിലും നിങ്ങളിത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾവശം, അതായത് ഈ ഒരു ഭാഗത്ത് നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ഇത് മൂപ്പിക്കണം. എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. തീ കുറച്ച് തന്നെ ഇടുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ശർക്കര വരട്ടിക്ക് വേണ്ടിയുള്ള കപ്പ ഇത്രയും മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നിങ്ങളിത് എടുത്തിട്ടൊന്ന് മുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവമാവുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കപ്പയും നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് മണത്തിനും രുചിക്കും ഒക്കെ വേണ്ടി കുറച്ച് ഏലക്കയും ജീരകവും ചുക്കും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കണം. കുറച്ച് കൂടുതൽ പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. നമുക്ക് പിന്നീട് പായസമൊക്കെ വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെയോ വീണ്ടും ഇത് ഉപയോഗിക്കാം. നല്ലതായിട്ട് അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ വെച്ചിരുന്നാൽ മതി. അതിൻ്റെ മണമൊന്നും പോവില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പൊടിച്ചു വെച്ചാലും നല്ലതാണ്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരച്ച് ശർക്കരയും അതിൻ്റെ പാതിയുമാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ട ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു അളവിൽ അതൊന്ന് മുറിച്ചെടുത്താൽ മതി. മീഡിയം രീതിയിലുള്ള ഒരു കപ്പയ്ക്ക് ഇത്രത്തോളം മധുരം മതിയാകും. ഇതൊരു കറക്റ്റ് അളവ് തന്നെയാണ്. ഈ ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. കല്ലുകളുള്ള ശർക്കരയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നൂൽ പരുവമാകുമ്പോൾ അല്ലെങ്കിൽ സൂചി പരുവമാകുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് കപ്പ ചേർക്കുന്നത്. ശർക്കര പാകമായി വന്നിട്ടുണ്ട്. നമ്മളതിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ സൂചി പോലെ അല്ലെങ്കിൽ നൂല് പോലെ ഒന്ന് വലിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമ്മൾ സാധാരണ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പാകത്തിലായിരിക്കണം ശർക്കര പാനിയാക്കേണ്ടത്. ചുക്കും ജീരകവും ഏലക്കയും പൊടിച്ചത് 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഈ സമയത്ത് ചേർക്കാം. അതല്ലെങ്കിൽ ലാസ്റ്റിൽ ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം.
നമ്മൾ നാടൻ രീതിയിൽ ശർക്കര വരട്ടി തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അരി കൂടി വറുത്ത് പൊടിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ അരി വറുത്ത് പൊടിച്ച് ചേർക്കാം, അതല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുട്ടിൻ്റെ പൊടി, അതായത് തരികളായിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ പുട്ടുപൊടി ഒന്ന് വറുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ഇതിലേക്ക് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒരു നാടൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ അരി ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നതാണ്. അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ഡ്രൈ ആയി വരുന്നത് വരെ അത് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ കപ്പ കൊണ്ടുള്ള ശർക്കര വരട്ടി തയ്യാറായിട്ടുണ്ട്. നമ്മൾ സാധാരണ വാഴയ്ക്ക ശർക്കര വരട്ടി പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയില്ല, ഇത് കപ്പ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കപ്പ കൊണ്ടും തയ്യാറാക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉപ്പേരി കപ്പ അല്ലെങ്കിൽ ഉപ്പേരി ചീനിയൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ടല്ലോ ഉണക്കി, അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം. അതൊന്ന് വറുത്തതിന് ശേഷം ഇതേപോലെ ശർക്കര വരട്ടിയാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ ഓണത്തിന് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.